கார்த்திகைக்கு நம்ம பண்ணுற அடை தோசை நெய்வேத்தியத்துக்கு வைக்கவும் செய்வோம். எப்படியாக்கும் கருத்த உளுந்து போட்டு பண்ணுறதுன்னு பார்க்கலாம். அதுக்கு 1 கிளாஸ் பச்சரிசி, 1 கிளாஸ் பொன்னி பாயில்டு ரைஸ், 1/2 கிளாஸ் துவரப்பருப்பு, 1/2 கிளாஸ் கருத்த തൊലിയോട് കൂടിന ഉഴുന്നാക്കും എടുത്തിരിക്കാൻ. ഒരു ചിന്ന കഷ്ണം കട്ടക്കായവും കാഞ്ച മുളകയും എടുക്കണം. ആദ്യം അരിശിയെ 4 മണിക്കൂർ ഉമിഴ്ത്തി വെക്കണം. 2 അരിശിയുമ ഒരുമിച്ച് പോട്ട് നന്ന അലമ്പി 4 മണിക്കൂർ ഉമിഴ്ത്തലാം. അതേസമയം കട്ടക്കായത്തിൽ കൊഞ്ചം തണ്ണി വിട്ട് ഉമിഴ്ത്ത വെക്കില്ല. അപ്പം നന്നാ ഉമിഴ്ത് കിടക്കും. 4 മണിക്കൂർക്ക് പിറക് അരിശിയിൽ 2 പരിപ്പും ഉഴുന്നുപരിപ്പും തുവരപ്പരിപ്പും പോട്ട് ഉടനെ തന്നെ നന്നാ കളഞ്ച് നമുക്ക് അരച്ചെടുക്കണം. എരിവുക്ക് തേവയ്ക്കത്ത് കാഞ്ചമുളക് പോട്ടുമ്പോൾ ഓരോരോ ബാച്ച് കൊഞ്ചം ജലം വിട്ട് കൊഞ്ചം കട്ടിയ അരച്ചെടുക്കണം. കൊഞ്ചം തരിതരിപ്പായി ഇരിക്കുകയും വേണം. കൊഞ്ചം തരിതരിപ്പായി ഇതുപോലെ എല്ലാ ബാച്ചും അരച്ചെടുക്കണം. ലാസ്റ്റ് ബാച്ച് അരച്ചേക്ക് പിറക് അതിൽ തന്നെ ഒരു 2 തണ്ട് കരിവേപ്പിലയും ഇതുപോലെ പോട്ട് ഒന്ന് കറക്കിയെടുക്കില്ല. അപ്പം നല്ല മണമായിരിക്കും. തേവയ്ക്കകത്ത് ഉപ്പ് പോട്ട് നന്നായി ഇളക്കി നമുക്കിത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂർ മാറ്റി വെക്കണം എന്നില്ല, സമയം വരുന്നാൽ മാത്രം മാറ്റി വെച്ചാൽ പോരും. അപ്പം മാവ് ഒന്ന് ചേർന്ന് കട്ടിയാൽ കിടക്കും. അതിൽ കായവെള്ളത്തെ എത്രയാക്കുമോ മാവിലെ തണ്ണി ചേർക്കണം. അതിൻ്റെ കായവെള്ളത്തിലെ തണ്ണി ചേർത്ത് നമുക്ക് കലക്കിയെടുക്കില്ല. അപ്പം നല്ല വാസനയായിരിക്കും. காயத்தோட மனம் ரொம்ப கூடவும் செய்யாது, கரெக்டாக இருக்கவும் செய்யும். அடதோசைக்கு கொஞ்சம் காயம் எல்லாம் நல்லா வாசனையாக இருந்தால் தான் நல்லா இருக்கும். தேவைக்கேற்ற கறிவேப்பிலையும் இதுபோல் பிச்சு போட்டு நல்லா இളക്കി നമുക്ക് അടദോശ പണിയെടുക്കണം. ഇപ്പോൾ കട്ടിயாக വാക്കണമെന്നുണ്ടാകുന്ന ഇത്രയും പരത്തണ്ട, கொஞ்சம் கட்டியாக பரத்துங்கோ. இதுக்கு தேங்காய் எண்ணெயும் நல்லெண்ணெயுமா சேர்ந்து ஆக்கும் விட்டுருக்கு. அடதோசைக்கு கொஞ்சம் எண்ணெய் கூடுதல் விட்டால் ரொம்ப டேஸ்டியாக இருக்குது. இது கொஞ்சம் சாஃப்டாக எடுத்திருக்கேன். நல்ல கிறிஸ்பியாக வேணும்னுണ്ടാകുന്ന நல்லா ചുമந்து എടുത്തന്നെ നല്ല ക്രിസ്പിயாக കിടക്കും. തിരുപ്പി പോടുമ്പോൾ നന്നായി ഇതുപോലെ തേച്ച് വിടവും വേണം. അപ്പോൾ കട്ടിയ അടദോശ വേണമെന്നുണ്ടാകുന്ന ഇതുപോലെ പരത്തണ്ട, கொஞ்சம் കട്ടിയ അടദോശ പണിയെടുക്കില്ല. എല്ലാവരും இந்த രീതിയിൽ അടദോശ പണി പരുങ്കോ. നൈവേദ്യത്തേക്ക് വയ്ക്കുമ്പോൾ വെള്ളം വെച്ച് നൈവേദ്യത്തേക്ക് വയ്ക്കുകയും ചെയ്യலாம்.